കൊല്ലത്ത് ഹരിതകർമ്മ സേനാംഗങ്ങളെ ലൈംഗിക ചുവയോടെ അധിക്ഷേപിച്ച കേസിലെ പ്രതി പിടിയിൽ. തൃശൂർ മാടവന സ്വദേശി സിറാജുദ്ദീൻ ഖാദറാണ് പിടിയിലായത്. ചാവക്കാട് കോടതി ജീവനക്കാരൻ കൂടിയാണ് ഈ സിറാജുദ്ദീൻ. രാജ്കുമാർ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. രാജ്കുമാർ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എനിക്ക് തോന്നുന്നു രാജ്കുമാറിന്റെ കൂടെ ഈ പറയുന്ന പരാതിക്കാരുമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്താണ് അവർ പറയുന്നത്? അതെ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം ഈ കേരളത്തിലെമ്പാടും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പോളിംഗ് ബൂത്തുകൾ എല്ലാം ശുചിയോടുകൂടി സൂക്ഷിക്കുന്നതിനും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ മാറ്റുന്നതിനും ഹരിതകർമ്മ സേനയെ നിയോഗിച്ചിരുന്നു. അന്ന് കോൺഗ്രസിൻ്റെയും BJPയുടെയും പ്രവർത്തകർ ഇവരെ അധിക്ഷേപിക്കുകയും അവിടെ നിന്ന് ഇവരെ ആട്ടിപ്പായിച്ചു. കോടതിയിൽ നിന്ന് ഇതിൻ്റെ മുറിയിൽ നിന്ന് ഈ വോട്ടെടുപ്പ് നടക്കുന്ന പരിസരത്ത് നിന്ന് തന്നെ ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ട് ഇവരെയൊക്കെ വെയിലത്തൊക്കെ നിർത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ വാർത്ത വന്നതിൻ്റെ ലിങ്കിൽ കയറി ഈ പറയുന്ന പ്രതി ഇവരെ വ്യഭിചാരി എന്നുവരെ വിളിച്ച് അധിക്ഷേപിക്കുകയായിരുന്നു. ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്ന് പറയുന്നത് വേശ്യകളാണ് തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ അധിക്ഷേപിച്ചു. അതിൽ ഒരു വലിയ പ്രതിഷേധം രേഖപ്പെടുത്തി. ആ സമയം മുതൽ കൈരളി ഇവർക്കൊപ്പം ഇവരുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനൊപ്പം കൈരളിയും അണിചേർന്നിരുന്നു. പിന്നീട് ഇത്രയും ദിവസം വേണ്ടി വന്നു, ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ലിങ്ക് ഇത് ഫേക്ക് ID-യിൽ നിന്ന് ഉണ്ടാക്കിയതായിരുന്നു. നേരിട്ട് അയാളെ കണ്ടെത്താൻ കഴിയാത്ത വിധമുള്ള ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഗൂഗിളിനോടും ഫേസ്ബുക്ക് ഇവരോട് മെറ്റയോടൊക്കെ ചോദിച്ച് അവരുടെ മറുപടിയിൽ നിന്നാണ് ഇയാളെ കണ്ടെത്താനായത്. ഫേക്ക് ID ഉപയോഗിച്ച ഈ പറഞ്ഞ പ്രതി സിറാജുദ്ദീൻ, ഇയാൾ ചാവക്കാട് കോടതി ജീവനക്കാരൻ കൂടിയാണ്. അയാളെയാണ് ഇപ്പോൾ പോലീസ് തൃശ്ശൂരിൽ പോയി പിടികൂടിയത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സാറേ, ഞങ്ങളിത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. കാരണം ഞങ്ങൾ നല്ല രീതിയിൽ 5-6 ദിവസം ഞങ്ങൾ ഇതിൻ്റെ പുറകെ ജോലിയൊക്കെ കളഞ്ഞിട്ട് സമരം ചെയ്ത് എല്ലാം കൊല്ലം ജില്ലയിലുള്ള ഹരിതകർമ്മ സേന മൊത്തത്തിൽ ഞങ്ങൾക്കൊപ്പം ഇവിടെ പങ്കെടുക്കുകയും ഞങ്ങൾ കമ്മീഷണർക്ക് പരാതി കൊടുക്കുകയും കളക്ടർക്ക് പരാതി കൊടുക്കുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത്. പക്ഷേ ഇതിനെന്നിട്ടൊരു മറുപടി കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടം. ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ പോലും എല്ലാവരും ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതും ഞങ്ങളെ ഭയങ്കര വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ഞങ്ങളുടെ ആൾക്കാർ തന്നെ ഇട്ട്. കാരണം ആശാ വർക്കർ ചെയ്ത സമരത്തിൻ്റെ വേറൊരു ഭാഗം ഞങ്ങൾക്കും ഇതിന് നീതി ലഭിക്കത്തില്ല എന്നായിരുന്നു അവസാനം വരെ എല്ലാവരും പറയാം. ഇന്നിപ്പോൾ ഇതിങ്ങനെ സംഭവിച്ച് തൃശ്ശൂർ പോയി, നമ്മുടെ ഈസ്റ്റിലെ പോലീസുകാർ പോയി തൃശ്ശൂർ ചാവക്കാട് കോടതി ജീവനക്കാരനാണെന്ന് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അറിഞ്ഞു. പോയി അയാളെ കൊണ്ടുവന്നത് ഞങ്ങളിന്ന് കാണാൻ ഇവിടെ എത്തിപ്പെട്ടതും ഞങ്ങൾക്കാണെങ്കിൽ വളരെ സന്തോഷം. ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് സാറേ ഇത് കണ്ടതും അവനെ അറസ്റ്റ് ചെയ്തതിൽ. പക്ഷെ ഞാൻ ആ സംഭവ സ്ഥലത്ത് ഇല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊച്ചായിരുന്നു. അത് എന്നെപ്പോലെ ജോലി ചെയ്യുന്ന കൊച്ചാണ്. അപ്പോൾ അതിനിങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് ഇന്ന് ആ കൊച്ചിനെ പറയുന്ന ആൾ നാളെ നമ്മളെയും പറയുമല്ലോ. സമൂഹത്തെയാണ് കുറ്റപ്പെടുത്തിയ, ഒരു വ്യക്തിയല്ലല്ലോ. അതെ, ഈ ഞങ്ങളുടെ ഹരിതകർമ്മ സേന എന്ന ആ സമൂഹത്തെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതേ അല്ല. കേരള പോലീസിന് 1000 നന്ദി. പിന്നെ കൈരളി ചാനലിൽ ഞങ്ങൾ പ്രത്യേകം നന്ദി പറയാം. ഞങ്ങൾക്കൊപ്പം അന്ന് പോലും ഞങ്ങളുടെ അടുത്ത് ഓരോരുത്തർ ഇങ്ങനെ ചോദിച്ചു നിങ്ങൾക്ക് ഈ ഒരു ചാനൽ മാത്രമേ ഉള്ളൂ എന്ന്. അതിനുശേഷം മറ്റ് ചാനലുകാരെല്ലാം വന്നത്. അപ്പോഴും കൈരളി ചാനൽ ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുക. എന്തായാലും പുതുവത്സര ഇപ്പോൾ 2026 പിറന്നു. അപ്പം നിങ്ങൾക്ക് നീതിയും കിട്ടി അല്ലേ? വലിയ കാര്യം, കൊള്ളാം. ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത നീതി കിട്ടിയിരിക്കുന്നു. ഞങ്ങളെപ്പോലൊരു സമൂഹം ഇറങ്ങി സമരം ചെയ്താൽ എന്താവാനാ എന്ന് ചോദിച്ചവർക്ക് മുമ്പിൽ ഞങ്ങൾക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനായിട്ട് ഞങ്ങളെ സഹായിച്ച ഒരുപാട് സന്നദ്ധമായ ഞങ്ങളുടെ തന്നെ സംഘടനകൾ, രാഷ്ട്രീയ കക്ഷികൾ, പിന്നെ നമ്മുടെ തദ്ദേശ വകുപ്പ് മന്ത്രി, അങ്ങനെ എല്ലാവർക്കും 1000 നന്ദി പറയും. തീർച്ചയായും രാജ്കുമാർ, എന്തായാലും കേരള പോലീസിന് അവർ നന്ദി പറയുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലായിരുന്നു ഇത്തരമൊരു ലൈംഗിക ചുവയോടുകൂടിയുള്ള സംഭാഷണം അത് നമ്മൾ കൊടുത്തതുമാണ്. എന്തായാലും അവർ കൈരളിയോടും ഒപ്പം തന്നെ കേരള പോലീസിനോടും നന്ദി അറിയിക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ പ്രതിയിലേക്ക് എത്താനായി സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ചാവക്കാട് കോടതി ജീവനക്കാരൻ കൂടിയാണ് ഈ പ്രതി സിറാജുദ്ദീൻ.